السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين، أما بعد. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. اللهم رب زدنا علما نافعا وعملا متقبلا ورزقا حلالا طيبا. പ്രിയമുള്ള സഹോദരന്മാരെ, നമ്മൾ ഇന്ന് പഠിക്കുന്ന ഒരു ഹദീസ് പരിശുദ്ധ റമദാനിൽ മാത്രം കിട്ടുന്ന ഒരു ആനുകൂല്യത്തെ സംബന്ധിച്ചാണ്. عن عائشة رضي الله عنها قالت: كان رسول الله صلى الله عليه وسلم إذا دخل العشر أحيا ليله وأيقظ أهله وجد وشد مئزره. متفق عليه. ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹദീസാണ് ഓതി കേൾപ്പിച്ചത്. ഈ ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് പറയപ്പെടുന്നത് പരിശുദ്ധ റമദാനിന്റെ അവസാനത്തെ 10 പ്രവേശിച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. ഒന്ന്, അഹ്യാ ലൈലഹു, ആ അവസാനത്തെ 10ന്റെ രാത്രികളെ ജീവിപ്പിക്കുമായിരുന്നു. അതായത് അഅമാലുകളെ കൊണ്ട്, രാത്രിയെ അഅമാലുകളെ കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിപ്പിക്കും. ആ അവസാനത്തെ 10ന്റെ രാത്രി സമയങ്ങളിൽ റസൂലുള്ളാഹി ഉറങ്ങാറുണ്ടായിരുന്നില്ല. രാത്രിയെ അഅമാലുകൾ കൊണ്ട് സജീവമാക്കുമായിരുന്നു. റസൂൽ ഒറ്റക്കല്ല, മറിച്ച് റസൂലിന്റെ കുടുംബക്കാരെയും റസൂൽ ഉണർത്തുമായിരുന്നു. ചെറിയ മക്കളെ വരെ ആ സമയത്ത് ഉറങ്ങാൻ പോകും, എല്ലാവരെയും പള്ളിയിലേക്ക് കൊണ്ടുപോകും. വജദ്ദ, റസൂല് മുമ്പത്തേതിനേക്കാൾ ആവേശത്തോടെ അഅമാലുകളിൽ പരിശ്രമിക്കുമായിരുന്നു. വശദ്ദ മിഅ്സറഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരമുണ്ട് മുറുക്കി കൊടുക്കുമായിരുന്നു. ഇതാണ് ഹദീസ്. അരമുണ്ട് മുറുക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി, അതുപോലെ ഇമാം ഇബ്നു ബത്താൽ റഹ്മത്തുള്ളാഹി അലൈഹി, ഇവരൊക്കെ അത് വിശദീകരണം നൽകിയത് 2 രൂപങ്ങൾ, 2 തഫ്സീറുകൾ. ഒന്ന്, റസൂലുള്ളാഹി തങ്ങൾ അവസാനത്തെ ദിനരാത്രങ്ങൾ വന്നാൽ ഭാര്യയുമായി സമീപിക്കുമായിരുന്നില്ല. കാരണം അല്ലാഹു പറഞ്ഞല്ലോ, വലാ തുബാശിറൂഹുന്ന വഅൻതും ആകിഫൂന ഫിൽ മസാജിദ്, പള്ളിയിൽ നിങ്ങൾ ഇഅ്തികാഫ് ഇരിക്കെ ഭാര്യയുമായി ബന്ധപ്പെടാൻ പാടില്ല എന്ന അടിസ്ഥാനത്തിൽ റസൂൽ അവസാനത്തെ 10 എത്തിയാൽ പിന്നെ വീട്ടിലേക്ക് പോകലും ഭാര്യയുമായി ബന്ധപ്പെടലും അങ്ങനത്തെ ഒരു സമ്പ്രദായം റസൂലുള്ളാഹിക്ക് ഉണ്ടായിരുന്നില്ല. ഇതാണ് ഒരു തഫ്സീർ. മറ്റൊരു തഫ്സീറിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ 10 എത്തിയാൽ എന്തൊരു കാര്യമാണോ അല്ലാഹു റമദാനിലൂടെ നമുക്ക് വാഗ്ദാനം ചെയ്തത്, അത് നേടിയെടുത്ത് പോകാനുള്ള റസൂലുള്ളാഹി തങ്ങളുടെ ഒരു കിനായത്തായിരുന്നു അത്. അതായത് പാപമോചനവും സ്വർഗപ്രവേശനവും നരകമോചനവും നേടിയിട്ടേ ഞാൻ പോകും എന്നൊരു വാശി റസൂൽ അഅമാലുകളിൽ കാണിക്കുമായിരുന്നു. ഇതാണ് മറ്റൊരു തഫ്സീർ. എന്നിരുന്നാലും ഈ അവസാനത്തെ 10 കടന്നു വന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത പ്രവൃത്തികൾ ഇതാണ്. കാരണം ആ അവസാനത്തെ രാത്രികളിലാണ് ലൈലത്തുൽ ഖദ്ർ ഉണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഒരു ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ഞാൻ ലൈലത്തുൽ ഖദ്ർ എപ്പോഴാണ് എന്ന് അറിയിക്കുന്നതിന് വേണ്ടി നിങ്ങളിലേക്ക് കടന്നു വന്നപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ 2 ആൾക്കാർ പരസ്പരം തർക്കിക്കുന്നത് കണ്ടു. അത് കണ്ടപ്പോൾ ഈ ലൈലത്തുൽ ഖദ്ർ എപ്പോഴാണ് എന്ന ഇൽമ് എന്നിൽ നിന്നും ഉയർത്തപ്പെട്ടു. പിന്നീട് അത് എപ്പോഴാണെന്ന് എനിക്ക് അറിയിച്ചു തന്നിട്ടില്ല. എങ്കിലും തഹർറു ലൈലത്തുൽ ഖദ്രി, നിങ്ങൾ റമദാനിന്റെ അവസാനത്തെ 10ൽ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിച്ചു കൊള്ളുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വേറെ ചില ഹദീസുകൾ ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവസാനത്തെ 10ന്റെ ഒറ്റയിട്ട രാത്രിയെങ്കിലും നിങ്ങൾ, ഒറ്റയിട്ട രാത്രി എന്ന് പറഞ്ഞാൽ 21, 23, 25, 27, 29, ഈ ഒറ്റയിട്ട രാത്രിയെങ്കിലും നിങ്ങൾ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിച്ചിരിക്കുക എന്ന് ചില ഹദീസുകളിൽ കാണാം. ലൈലത്തുൽ ഖദ്ർ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ജീവിതത്തിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ അവസരമാണ്. കാരണം ഒരു ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അദ്റക ലൈലത്തുൽ ഖദ്ർ, ആർക്കെങ്കിലും ലൈലത്തുൽ ഖദ്ർ ജീവിതത്തിൽ ഒരു പ്രാവശ്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഫഖദ് അദ്റകൽ ഖൈറ കുല്ല, സകല ഖൈറും ആ മനുഷ്യന് ലഭിച്ചു. വമൻ ഹുരിമഹ ഫഖദ് ഹുരിമ, അഥവാ ജീവിതത്തിൽ ആരെങ്കിലും ലൈലത്തുൽ ഖദ്ർ തടയപ്പെട്ടാൽ ജീവിതത്തിലുള്ള സകല ഖൈറും
അവരിൽ നിന്ന് തടയപ്പെട്ടു. അത് മാത്രമല്ല, ഈ അവസാനത്തെ 10 രാത്രി ഖിയാമത്ത് നിസ്കരിക്കാനും അമാലുകളെ കൊണ്ട് രാത്രികളെ ധന്യമാക്കാനും ഒരാൾക്ക് തൗഫീക്ക് കിട്ടിയാൽ മനസ്സിലാക്കിക്കൊള്ളുക, മുമ്പ് കഴിഞ്ഞ 20 ദിവസത്തെ അമലുകൾ അള്ളാഹു ഈ മനുഷ്യനെ കബൂലാക്കിയിട്ടുണ്ട് എന്ന്. അതിന്റെ അടയാളമാണ് അവസാനത്തെ 10 തൗഫീക്ക് കിട്ടുക എന്നുള്ളത്. പിന്നെ ഒരാൾക്ക് തൗഫീക്ക് കിട്ടിയില്ല, മനസ്സിലാക്കിയപ്പോ അയാളുടെ 20 ദിവസം വേസ്റ്റാണ്, ബാത്തിലാണ്. ഒരമലും അദ്ദേഹത്തിന്റെ സ്വീകരിക്കപ്പെട്ടിട്ടില്ല എന്നതിന് തെളിവാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അവസാനത്തെ 10 വന്നാൽ സജീവമായി റസൂലുള്ളാഹി തങ്ങൾ കാണിച്ചതുപോലെ ജീവിക്കാൻ നമ്മൾ തയ്യാറാകണം. ലൈലത്തുൽ ഖദറിനെ സംബന്ധിച്ച് പറഞ്ഞത് ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസം എന്നല്ല, 1000 മാസങ്ങളെക്കാൾ, അത് എത്രയെന്ന് കണക്കില്ല, 1000 മാസത്തിനേക്കാൾ കൂടുതൽ പുണ്യമുള്ള ദിനരാത്രങ്ങളാണ്. 1000 മാസം എന്ന് പറയുമ്പോൾ ഏകദേശം 83 വർഷം. 83 വർഷം എന്ന് കണക്കിൽ നിശ്ചയിക്കപ്പെട്ടിട്ടില്ല, അതിനേക്കാൾ കൂടുതൽ. അത് ഇത്രയും ആകാം, അത് അള്ളാന്റെ ഇഷ്ടമാണ്, അത് എത്രയും ആകാം. എങ്കിലും ഇതിൽ കുറയൂല, 1000 മാസത്തിനേക്കാൾ കുറയൂല. നമ്മളെ ആയുസിനെ സംബന്ധിച്ച് റസൂല് പറഞ്ഞത്, റസൂലുള്ളാഹിയുടെ ഉമ്മത്തിന്റെ ആയുസ് 60-ന്റെയും 70-ന്റെയും ഇടയിലാണ് ഈ ഉമ്മത്തിന്റെ ആയുസ് കണക്കാക്കപ്പെട്ടത്. ഒരു ആയുഷ്കാലം മുഴുവൻ ജീവിച്ചാലും കിട്ടാത്ത പുണ്യമാണ് ഒരു രാത്രി അള്ളാഹു നമുക്ക് നൽകാം എന്ന് പറഞ്ഞത്. ഈ ഓഫർ ആരെങ്കിലും വേണ്ടെന്ന് നോക്കും, ബുദ്ധിയുള്ള മനുഷ്യന്മാർ വേണ്ടെന്ന് നോക്കും. എന്റെ പ്രിയമുള്ളവരെ, റമദാൻ ജീവിതത്തിൽ കിട്ടിയാൽ ഉപയോഗപ്പെടുത്തിക്കോ. അവസാനത്തെ ദിനരാത്രങ്ങളാണ്, ഒരു പക്ഷേ ഇത് അവസാനത്തെ ഖിയാമുൽ കൂടി ആയേക്കാം. അതുകൊണ്ട് അവസരം പാഴാക്കരുത്. ഇനി ഈ സമയത്ത് എന്താ നമ്മൾ ചെയ്യേണ്ടത്? എന്തൊക്കെയോ ചെയ്തു കൂട്ടിയുടെ കാര്യമില്ല, മറിച്ച് ചെയ്യുന്ന അമലുകൾ അത് റസൂൽ പഠിപ്പിച്ചതായിരിക്കണം. 3 അമലുകളാണ് അവസാനത്തെ 10 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. 3 അമലുകൾ, ഇത് നസ്സ് സ്ഥിരപ്പെട്ടതാണ്, സഹീഹായ ഹദീസിൽ സ്ഥിരപ്പെട്ട 3 അമലുകൾ. ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ലൈലത്തുൽ ഖദറിന്റെ അന്ന് ആരെങ്കിലും നിന്ന് നമസ്കരിച്ചാൽ, അതായത് ഖിയാമുൽ ലൈൽ നിസ്കരിച്ചാൽ, അയാളുടെ മുൻ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുന്നതാണ് എന്ന്. അപ്പൊ ഒന്നാമത്തെ അമല് ഖിയാമുൽ ലൈലാണ്, രാത്രിയെ നിസ്കാരങ്ങളെ കൊണ്ട് സജീവമാക്കുക. എത്ര ദീർഘമായി നിസ്കരിക്കാൻ പറ്റുമോ അത്രയും ദീർഘമായി നിസ്കരിക്കുക, ഇതാണ് ഒന്നാമത്തെ അമല്. രണ്ടാമത്തെ അമല് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, അവസാനത്തെ 10 കടന്നു വന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിയോട് ചോദിച്ചു, റസൂലേ, ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എന്ത് അമലാണ് ഞാൻ ചെയ്യേണ്ടത്? റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നീ അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന ദുആ അധികരിപ്പിക്കുക. വളരെ എളുപ്പമാണ്. അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. വളരെ അർത്ഥഗാംഭീര്യമുള്ള വാക്കുകളാണ്. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നക അഫുവ്വുൻ, നീ വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്, തുഹിബ്ബുൽ അഫ്വ, വിട്ടുവീഴ്ച ചെയ്യുന്നതിനെ ഇഷ്ടപ്പെടുന്നവനുമാണ്. അള്ളാഹ്ക്ക് മാപ്പ് കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, പുറത്തു കൊടുക്കാൻ അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളെ പോലെയല്ല, എല്ലാത്തിലും അള്ളാഹ് വിട്ടുവീഴ്ച ചെയ്തു തോന്നും അടിമകൾക്ക്. അപ്പോ നീ വിട്ടുവീഴ്ച ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവനുമാണ്. അതുകൊണ്ട് ഫഅഫു അന്ന, നമ്മളോട് നീ കരുണ കാണിച്ചേക്കണ റബ്ബേ, നമ്മളെ നീ വിട്ടുവീഴ്ച തന്നേക്കണ റബ്ബേ എന്നാണ് നമ്മൾ ചോദിക്കുക. ഇത് അധികരിപ്പിക്കുക, എത്ര കണ്ട് അധികരിപ്പിക്കാൻ പറ്റുമോ അത്രയും അധികരിപ്പിക്കുക. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്, ഇത് റസൂലുള്ളാഹി ചോദിച്ചത് സ്ത്രീയാണ്, ആയിഷ റളിയല്ലാഹു അൻഹ. സ്ത്രീകളുടെ അവസ്ഥകളെ സംബന്ധിച്ച് റസൂലുള്ളാഹിക്ക് നല്ല ബോധ്യമുണ്ട്. ചിലപ്പോൾ സ്ത്രീകൾക്ക് നിസ്കാരവും നോമ്പും ഇല്ലാത്ത അവസ്ഥയാണെങ്കിൽ കൂടി അവർക്ക് എന്ത് ചെയ്യാം, ഈ അമൽ അധികരിപ്പിക്കാം. അതുകൊണ്ട് ആയിഷയോട് ചോദിച്ചപ്പോൾ റസൂല്, നീ ഖുർആൻ ഓതിക്കോ, നിന്ന് നിസ്കരിച്ചോ എന്ന് പറയുന്നതിന് പകരം ഈ ദുആ അധികരിപ്പിച്ചോ എന്ന് പറഞ്ഞത്. കാരണം ഈ ദുആക്ക് എന്തില്ല, തഹാറത്ത് ഷർത്തില്ല, വുളു വേണമെന്നില്ല, കുളിക്കണം എന്നില്ല, ഒന്നുമില്ല, പള്ളി പോകണമെന്നില്ല, എവിടെ വെച്ചും എങ്ങനെ ദുആ ചെയ്യാം. അപ്പൊ ഈ ദുആ പരമാവധി അധികരിപ്പിക്കുക. മൂന്നാമത്തെ അമല് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ 10 എത്തിയാൽ ലുസൂമുൽ മസ്ജിദ്, പള്ളിയിൽ സജീവമാകുമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാവും പകലും. റസൂലുള്ളാഹിയുടെ ജീവിതത്തിൽ എല്ലാ റമദാനിലും അവസാനത്തെ 10 റസൂലുള്ളാഹി പള്ളിയിൽ ഇഅ്തികാഫ് ഇരിക്കുമായിരുന്നു, മുഴുവനായിട്ട് ഇഅ്തികാഫ് ഇരിക്കുമായിരുന്നു. അവസാനത്തെ വർഷം റസൂൽ വഫാത്തായതിന്റെ ആ ലാസ്റ്റ് വർഷം 20 ദിവസം റസൂലുള്ളാഹിയുടെ ഇഅ്തികാഫ് ഇരുന്നതായിട്ടും ഹദീസുകളിൽ കാണാം. ഒരു ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസാണ്. റസൂലുള്ളാഹിയുടെ അവസാനത്തെ 10 വന്നാൽ ഇഅ്തികാഫ് ഫിൽ മസ്ജിദ്, റസൂൽ പള്ളിയിൽ ഇഅ്തികാഫ് ഇരിക്കുമായിരുന്നു.
റസൂലുള്ളാഹിയുടെ വഫാത്തിന് ശേഷം റസൂലുള്ളാഹിയുടെ ഭാര്യമാരും പള്ളിയിൽ ഇഅ്തികാഫ് ഇരിക്കുമായിരുന്നു എന്നും ഹദീസുകളിൽ കാണാം. ഇതാണ് മൂന്നാമത്തെ അമൽ. ഇനി ഒരാൾക്ക് മുഴുവനായി ഇരിക്കാൻ പറ്റൂല, രാവിലെ ജോലിക്ക് പോകണം എങ്കിൽ രാത്രിയെങ്കിലും പള്ളിയിൽ സജീവമായി അഅ്മാലുകളിൽ പങ്കാളികളാകുക. ഇതാണ് റമദാനിന്റെ അവസാനത്തെ 10 ദിവസങ്ങളിൽ നമ്മൾ ചെയ്യേണ്ട അമലുകൾ. ഇത് മൂന്നും എത്ര കണ്ട് ചെയ്യാൻ പറ്റുമോ അത്രയും ചെയ്യുക. നിസ്കാരം എത്ര ദീർഘമാക്കാൻ പറ്റുമോ അത്രയും ദീർഘമായി നിസ്കരിക്കുക. രാത്രി സമയങ്ങളിൽ പള്ളിയിൽ തന്നെ ചെലവഴിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അനാവശ്യമായി വെറുതെ പുറത്ത് പോകാതെ, അത്യാവശ്യം ഉണ്ടെങ്കിൽ പോകാണ്ട എന്നല്ല. റസൂലുള്ളാഹിയുടെ ഇഅ്തികാഫ് ഇരിക്കെ മൈമൂന റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിക്ക് വന്ന ഒരു ആവശ്യം പറഞ്ഞപ്പോൾ ആ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി റസൂലുള്ളാഹിയുടെ ഇഅ്തികാഫ് ആയിരിക്കെ തന്നെ പള്ളിയിൽ പുറത്തേക്ക് പോയതായിട്ടും ഹദീസുകളിൽ കാണാം. അപ്പൊ ആവശ്യത്തിന് വേണ്ടി പോകാം, എങ്കിലും പരമാവധി എല്ലാ ആവശ്യങ്ങളും പൂർത്തീകരിച്ച് പള്ളിയിൽ തന്നെ രാത്രി സജീവമാക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല വരുന്ന ദിവസങ്ങൾ നന്മകൾ ചെയ്ത് റബ്ബിലേക്ക് അടുക്കാൻ നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനിയും ജീവിതത്തിൽ ആഫിയത്തോടെ ആരോഗ്യത്തോടെ ഒരുപാട് റമദാനുകൾ അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഹദാ വല്ലാഹു അഅലം. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.